Hi learners, welcome to I Plus Training Solutions. ഞാൻ ഭവിഷ. കേട്ടിട്ട് കാറ്റഗറി 2 സോഷ്യൽ സയൻസിലെ പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആയതിലെ പുതിയൊരു ക്ലാസ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഇലക്ഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ടു I Plus Training Solutions. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യനെ നമ്മൾ ECI എന്ന് ഷോർട്ടാക്കി പറയില്ലേ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചിലപ്പോൾ ECI എന്ന് മാത്രമായിട്ടും കാണാറുണ്ട് കേട്ടോ. അതായത് അതിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ECI എന്ന് മാത്രമായിട്ട് കാണാറുണ്ട്. മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഫുള്ളായിട്ട് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ECI എന്ന് തന്നെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നാണ് ECI എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ പെർമനന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഓക്കെ, ഒരു പെർമനന്റ് ആയിട്ടുള്ള, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് എന്ത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. രാജ്യത്ത് മൊത്തത്തിൽ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് എൻഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ്, ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ ലോക്സഭ, രാജ്യസഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, അതുപോലെ ഓഫീസ് ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്, ഇവരുടെ ഒക്കെ ഈ ഒരു പറഞ്ഞ കാറ്റഗറികളുടെ ഒക്കെ ഇലക്ഷന്റെ കാര്യങ്ങൾ അതിലൊക്കെ ഒരു മേൽനോട്ടം വഹിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 25 ജാനുവരി 1915 1950 25 ജാനുവരി. ഓക്കെ, ജാനുവരി 25 1950 എന്ത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡേറ്റ്, അതായത് ജാനുവരി 25 അറിയപ്പെടുന്നത് നാഷണൽ വോട്ടേഴ്സ് ഡേ എന്നാണ്. ഈ ഇയറും ഡേറ്റും ഓർത്തിരിക്കാനായിട്ട് ഒരു എളുപ്പവഴിയുണ്ട്. എന്താ, നമ്മുടെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ എന്നാണ് 1950 ജനുവരി 26 അല്ലേ. അപ്പൊ അതിന്റെ ജസ്റ്റ് തലേദിവസമാണ് നമ്മുടെ നാഷണൽ വോട്ടേഴ്സ് ഡേ. അതായത് 1950 ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ. ജനുവരി 25 ഡേറ്റ് ആണ് നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ തൊട്ട് തലേ ദിവസം എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ആർട്ടിക്കിൾ 324 of the Indian Constitution grants the power of superintendence, direction and control of election. നമ്മൾ ഇലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ അതിൽ 324 മുതൽ 329 വരെയുള്ള ആർട്ടിക്കിളുകൾ ഇലക്ഷനെ സംബന്ധിച്ചിട്ടുള്ളതാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതിൽ തന്നെ 324 ആർട്ടിക്കിളാണ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷനിലെ 324ാമത്തെ ആർട്ടിക്കിളാണ് ഒരു ഫ്രീ ആയിട്ടുള്ള, അതുപോലെ ഒരു ഇലക്ഷന്റെ കൺട്രോള്, ഡയറക്ഷൻ, അതിൻ്റെ ഒരു ഫുൾ അതോറിറ്റി ഈ ഇലക്ഷൻ കമ്മീഷനിലേക്ക് കൊടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ 324 കേട്ടോ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് നിർവചൻ സദൻ ആണ്, ന്യൂഡൽഹിയിലെ നിർവചൻ സദൻ. ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓരോ ഓർഗനൈസേഷൻ പഠിക്കുമ്പോഴും അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പഠിക്കാറുണ്ട്. നമ്മൾ ഈ UN ഏജൻസീസ് ഒക്കെ പഠിക്കുമ്പോൾ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ പല തവണ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ഇതിന്റെ കൂടെ പറഞ്ഞു എന്ന് മാത്രം അത്. ഓക്കെ, ദെൻ ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സ്ട്രക്ചർ, അതിന്റെ ഒരു കോമ്പോസിഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ കറന്റ്ലി 3 മെമ്പർ ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഉള്ളത്. അതായത് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും പ്ലസ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും. ഓക്കെ, 1 ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പ്ലസ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ്. അങ്ങനെയുള്ള ഒരു 3 മെമ്പർ ബോഡിയാണ് കറന്റ്ലി ഇലക്ഷൻ കമ്മീഷൻ ഉള്ളത്. ഓക്കെ, ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒറിജിനലി ഒരു സിംഗിൾ മെമ്പർ ബോഡി ആയിരുന്നു 1989 വരെ. അത് ഭാഗികമായിട്ടൊരു മൾട്ടി മെമ്പർ ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത് 1989 1990 കാലഘട്ടത്തിലായിരുന്നു. ദെൻ പെർമനന്റ്ലി ഒരു മൾട്ടി മെമ്പർ ബോഡി ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്
1993 മുതലാണ്. ഓക്കെ, അപ്പൊ ഈ മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നമ്മൾ ഓരോ പൊസിഷൻ, ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് പൊസിഷൻസ് പഠിക്കുമ്പോഴും അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്, അവര് രാജിക്കത്ത് കൊടുക്കുന്നത് ആർക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ പൊളിറ്റിക്കൽ സയൻസിലത്തെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, അതുപോലെ ചീഫ് ജസ്റ്റിസ്, അവരുടെയൊക്കെ ഇംപീച്ച്മെന്റ് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളും അതൊക്കെ അത് ആരാണ് നിർവഹിക്കുന്നത്, അതിന്റെ അല്ലെങ്കിൽ അവർ ആർക്കാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കേട്ടതിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ, പ്രീവിയസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഈ ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. നമ്മുടെ രാഷ്ട്രപതിയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ടെന്യൂർ എന്ന് പറയുന്നത് 6 years ഓർ അണ്ടിൽ ദ ഏജ് ഓഫ് 65. ഒന്നുകിൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, ഏതാണോ ആദ്യമാവുന്നത് അങ്ങനെ. അതാണ് അവരുടെ ഒരു ടെന്യൂർ, കാലാവധിയായിട്ട് എടുക്കുന്നത്. ഓക്കെ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അതിനെയാണ് ഞാൻ ചുരുക്കിയിട്ട് CEC എന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന്റെയും അതുപോലെ ഇലക്ഷൻ കമ്മീഷണർ, മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവരുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് സെയിം സ്റ്റാറ്റസ്, സെയിം സാലറി ആൻഡ് പെർക്സ് ആസ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോടതി. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ ആ ഒരു അതിന് സമാനമായിട്ടുള്ള സാലറി സ്കെയിലും അതുപോലെ ഒരു സ്റ്റാറ്റസും ഒക്കെ തന്നെയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കും മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനും ഉണ്ടായിരിക്കുക. നമ്മുടെ കറണ്ട് മെമ്പേഴ്സ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് ശ്രീ ഗ്യാനേഷ് കുമാർ ആണ്. ഒഫീഷ്യലി ഈ പൊസിഷനിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നത് 19 ഫെബ്രുവരി 2025 കേട്ടോ. ഗ്യാനേഷ് കുമാർ. കറന്റ്ലി മെമ്പേഴ്സ്, കറന്റ്ലി എന്ന് പറയുമ്പോൾ ഇപ്പൊ 2026 ഏപ്രിൽ ആണ്. അപ്പൊ ഇന്ന് വരെയുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് ശ്രീ ഗ്യാനേഷ് കുമാർ ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. ഓക്കെ, അദ്ദേഹം അധികാരത്തിൽ വരുന്നത് 2025 ഫെബ്രുവരി 19 ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആയിട്ടുള്ളത് ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധു, അതുപോലെ ഡോക്ടർ വിവേക് ജോഷി. അവരുടെ ഇയറും കൂടി റെസ്പെക്റ്റീവ്ലി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ, ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരായിരുന്നു എന്നറിയോ? ശ്രീ സുകുമാർ സെൻ ആയിരുന്നു. 1950 മാർച്ച് 21 മുതലാണ് അദ്ദേഹം ഈ ഒരു ചുമതലയിൽ ഉണ്ടായിരുന്നത്, ടു ഡിസംബർ 1958 വരെ. ഓക്കെ, രാജ്യത്തെ ആദ്യത്തെ 2 ജനറൽ ഇലക്ഷൻസ് 1952 1957 2 ജനറൽ ഇലക്ഷൻസിന്റെ മേൽനോട്ടം വഹിച്ചിട്ടുണ്ടായിരുന്ന ഇലക്ഷൻ കമ്മീഷൻ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരായിരുന്നു? ശ്രീ സുകുമാർ സെൻ ആയിരുന്നു. 1950 മാർച്ച് 21 അദ്ദേഹം അധികാരത്തിലേക്കുന്നത്. ഓക്കെ, കേരളത്തിലെ പ്രസന്റ് ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് പ്രണബ് ജ്യോതിനാഥ് IAS ആണ്. ഓക്കെ, പ്രണബ് ജ്യോതിനാഥ് IAS ആണ് പ്രസന്റ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇൻ കേരള. ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ റെസ്പോൺസിബിൾ ഫോർ ദ അലോട്ട്മെന്റ് ഓഫ് സിംബൽസ്. അതായത് ചിഹ്നങ്ങൾ, ഓരോ പാർട്ടിക്കും ഓരോ ചിഹ്നങ്ങളാണ് അല്ലെ, ആ ചിഹ്നങ്ങൾ കൊടുക്കുന്നത് അതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള അതോറിറ്റി എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ദിസ് ഈസ് ഡൺ അണ്ടർ ദ ഇലക്ഷൻ സിംബൽസ് ഓർഡർ 1968. 1968 ഇലക്ഷൻ സിംബൽ ഓർഡർ അനുസരിച്ചിട്ടാണ് ഈ ഒരു കാര്യം. അതായത് ഓരോ പാർട്ടിക്കും അതിൻ്റെതായിട്ടുള്ള ഓരോ ചിഹ്നങ്ങളുണ്ട്. നമ്മൾ ഇലക്ഷനിൽ വോട്ട് ചെയ്യുമ്പോൾ ആ ഒരു ചിഹ്നം നോക്കിയിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യാറുള്ളത് അല്ലെ. ഓരോ പാർട്ടിനെയും തിരിച്ചറിയാനായിട്ട് ഓരോ ചിഹ്നങ്ങൾ, ഇപ്പൊ BJPക്ക് ആണെന്നുണ്ടെങ്കിൽ താമരയാണ് ചിഹ്നം വരുന്നത്. അതുപോലെ കോൺഗ്രസിനാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണെന്നുണ്ടെങ്കിൽ കൈപ്പത്തിയാണ് ചിഹ്നം വരുന്നത് അല്ലെ. അതുപോലെ LDFനാണെന്നുണ്ടെങ്കിൽ അരിവാൾ ചുറ്റുക അല്ലെ. പിന്നെ അരിവാൾ നെൽക്കതിര്, ഇതൊക്കെയാണ് അവരുടെ ഒരു ചിഹ്നം വരുന്നത് അല്ലെ. CPI CPMന്റെ ഒക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആ ചിഹ്നങ്ങൾ, ആം ആദ്മി പാർട്ടിയുടെ ചിഹ്നം വരുന്നത് ഏതാണ്? ചൂലാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ചിഹ്നങ്ങളൊക്കെ വരുന്നത്, അതൊക്കെ കൊടുക്കുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, then according to the Representation of the People Act RPA 1951, a candidate is permitted to contest an election from up to
2 കോൺസ്റ്റിറ്റ്യുവൻസീസ്. അതായത് പീപ്പിൾസ് റെപ്രസെന്റേഷൻ ആക്ട്, ആ ഒരു ആക്ട് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് വഴി ഒരു കാൻഡിഡേറ്റിന് 2 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് വരെ മത്സരിക്കാനുള്ള ഒരു പെർമിറ്റ് ആണ് ഉള്ളത്. ഓക്കെ, അതായത് ധാരാളം കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിട്ട് നമ്മുടെ ടെറിട്ടറിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു വ്യക്തിക്ക്, ഒരു കാൻഡിഡേറ്റിന്, കുറെ കാൻഡിഡേറ്റ്സ് ഉണ്ടായിരിക്കില്ല, അതിൽ ഒരു കാൻഡിഡേറ്റിന് പരമാവധി 2 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് വരെ മത്സരിക്കാനുള്ള അവകാശം ഉണ്ട്. പക്ഷേ 2 എണ്ണത്തിലും വിജയിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസി മാത്രമേ, അവിടുത്തെ സീറ്റ് മാത്രമേ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 2 സീറ്റ് ആൾക്ക് തന്നെ നേടാനായിട്ട് പറ്റില്ല. 2 ഒരുമിച്ച് ജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. ഇലക്ഷൻ കമ്മീഷന്റെ പവേഴ്സ് ആണ് പറയുന്നത്. അതായത് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ എവിടേക്കൊക്കെയുള്ള ഇലക്ഷൻസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്? നമ്മൾ മുന്നേ പറഞ്ഞതാണ്, പാർലമെന്റിലേക്ക്, അതായത് പാർലമെന്റ് ഒരു ലോക്സഭ ഇലക്ഷൻ, രാജ്യസഭ ഇലക്ഷൻ, ഇതൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ദെൻ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്ക്, അതായത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ യൂണികാമറൽ ലെജിസ്ലേച്ചറും ഉണ്ട്, ബൈ ക്യാമറൽ ലെജിസ്ലേച്ചറും ഉണ്ട്. നമ്മുടെ കേരളത്തിൽ ഏതാണ്? യൂണികാമറലാണ് അല്ലെ. അതായത് ദ്വിമണ്ഡല സഭയുണ്ട്, ഏകമണ്ഡല സഭയുണ്ട്. കേരളത്തിലെ ഏകമണ്ഡല സഭയാണ്. ബീഹാർ, ഉത്തർപ്രദേശ്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ എന്താണ് 2 മണ്ഡലം, ദ്വിമണ്ഡല സഭ, ബൈ ക്യാമറലിസം ആണ്. അപ്പൊ അവിടെ വിധാൻസഭയും വിധാൻ പരിഷത്തും ഉണ്ട്. അതായത് MLA-മാരും ഉണ്ട്, MLC-മാരും ഉണ്ട് അല്ലെ. അപ്പോ നമ്മൾ എന്താണ് MLA, MLC എന്നൊക്കെ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോ അങ്ങനെയുള്ള സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്കുള്ള ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? അത് ഇലക്ഷൻ കമ്മീഷനാണ്. ദെൻ ഓഫീസ് ഓഫ് ദ പ്രസിഡന്റ്, അതായത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന ഇലക്ഷൻ. ഓഫീസ് ഓഫ് ദ വൈസ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന ഇലക്ഷൻ. ഓക്കെ, then the ECI does not conduct election for the panchayat and municipalities. Those are handled by the state election commission. അപ്പോൾ പഞ്ചായത്തുകളുടെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളുടെയും ഇലക്ഷൻ ഒക്കെ ഉണ്ടല്ലോ, അത് കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ അല്ല, സ്റ്റേറ്റ്, അതായത് സംസ്ഥാനങ്ങൾക്കായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. ആ ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തം, ഓരോ സംസ്ഥാനങ്ങളുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ് അതത് സംസ്ഥാനങ്ങളിലെ തദ്ദേശീയ തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം വഹിക്കുക എന്നുള്ളത്. അതിനെ പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 243K and 343ZA ആണ് കേട്ടോ. ആർട്ടിക്കിളുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസ് ആണ്. നമ്മൾ പറഞ്ഞു അതിന്റെ പ്രൈം ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക. പാർലമെന്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, മറ്റ് ഹൈ ഓഫീസുകളിലേക്കുള്ള ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രൈം റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ പ്രൈം ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ഡീലിമിറ്റേഷൻ. എന്താണ് ഡീലിമിറ്റേഷൻ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കൃത്യമായിട്ടുള്ള ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ അതത് കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിട്ട് തരംതിരിക്കുക എന്നുള്ളത്. ഓക്കെ, ആക്ച്വലി ഈ ഡീലിമിറ്റേഷൻ ചെയ്യുക എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടി അല്ല. എന്നാൽ ആ ഒരു പ്രോസസ്സിനെ ഒന്ന് ഓവർസീ ചെയ്യുക, അതായത് അതിന്റെ മേൽനോട്ടം വഹിക്കുക, അതിനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ആക്കാനുള്ള അതിന്റെ ഒരു അതോറിറ്റി കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഫംഗ്ഷനിൽ വരുന്നത്. ഓക്കെ, ദെൻ ഇലക്ട്രൽ റോൾസ്, അതായത് വോട്ടേഴ്സ് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുക, അത് റിവൈസ് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അത് ഏത് വഴിയാണ്? ത്രൂ കണ്ടിന്യൂസ് റിവിഷൻ ആൻഡ് SIR. SIR എന്താണ്? സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. ഇപ്പൊ ഈ നമ്മുടെ ഇലക്ഷനൊക്കെ വരാൻ പോവാണ് അല്ലെ. April 9 നമ്മുടെ ഇലക്ഷനൊക്കെയാണ്. 2026 April 9 ലെജിസ്ലേറ്റീവ് ഇലക്ഷൻ വരികയാണ് അല്ലെ. അപ്പൊ അതിന് മുന്നേ ഒക്കെ ആയിട്ട് കുറച്ച് നാളുകളായിട്ട് SIR എന്നൊക്കെ പറഞ്ഞിട്ട് TV-ലൊക്കെ കാണാറുണ്ട്. SIR-ൽ പേര് ചേർക്കുക, SIR-ന്റെ റിപ്പോർട്ട് വന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയാറില്ലേ. അപ്പൊ അതിന്റെയൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കേണ്ട കാര്യങ്ങളും പുതിയ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതും ഇന്നെജിബിൾ ആയിട്ടുള്ളവരെ റിമൂവ് ചെയ്യുക, അതൊക്കെ ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടിയാണ്. ദെൻ രജിസ്ട്രേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. പൊളിറ്റിക്കൽ പാർട്ടികളെ രജിസ്റ്റർ ചെയ്യുക. ഓരോ ഇലക്ഷനിൽ ഓരോ പാർട്ടികളായിട്ടാണ് അല്ലെ
എന്താ കോണ്ടസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഓരോ പാർട്ടികളെ അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ പാർട്ടികളെ രജിസ്റ്റർ ചെയ്യുന്നത് അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അതായത് ഓരോ പാർട്ടികളെ റെക്കഗ്നൈസ് ചെയ്യുക, അതിന്റെ ഇലക്ഷൻ സിംബൽസ് പ്രൊവൈഡ് ചെയ്യുക, അതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? അതൊക്കെ ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടി തന്നെയാണ്. ദെൻ വോട്ടർ എഡ്യൂക്കേഷൻ, അതായത് ജനങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വോട്ടേഴ്സ് അവയർനെസ്, പിന്നെ അതുപോലെ എങ്ങനെ വോട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു അവയർനെസ് ക്ലാസ് പോലെയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഇങ്ങനെ ഈ വോട്ടിങ്ങിന്റെ ക്യാമ്പൊക്കെ ഇപ്പോഴൊന്നും അതില്ല, കാരണം എല്ലാവർക്കും അങ്ങനെ വോട്ടിംഗ് അറിയുന്ന കാരണം, സോഷ്യൽ മീഡിയ വഴിയൊക്കെ അറിയുന്ന കാരണം അത്രയും അങ്ങനെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു തരലൊന്നും ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ക്യാമ്പുകളൊന്നും അങ്ങനെ ഇപ്പൊ അങ്ങനെ കാണാറൊന്നുമില്ല. മുമ്പൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ക്യാമ്പുകളൊക്കെ വെക്കാറുണ്ട്, ഏതെങ്കിലും വായനശാലകളിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ക്യാമ്പുകളൊക്കെ വെക്കാറുണ്ട് ഈ ഇലക്ഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ. അതായത് എങ്ങനെ വോട്ട് ചെയ്യണം, ആ മെഷീനൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരാം. മെഷീനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്തൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ മെഷീന്റെ ഒരു ഡെമോ ഒക്കെ കൊണ്ടുവന്ന് നമുക്ക് അങ്ങനെ കാണിച്ചു തരും. ഇപ്പോഴും പാർട്ടിക്കാരൊക്കെ വന്നിട്ട് ചിലപ്പോൾ നമ്മുടെ വീട്ടില് ഇതിന്റെ ഒരു ഡെമോ കൊണ്ടുവന്നിട്ടൊക്കെ കാണിച്ചു തരും അല്ലെ. ഇവിടെ അമർത്തണം, അപ്പൊ ഇങ്ങനെ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വോട്ടർ എഡ്യൂക്കേഷൻ. ദെൻ മോണിറ്ററിംഗ് എക്സ്പെൻഡിച്ചർ, ensure the transparency through election expenditure audits and monitoring terms. അതായത് ഇതിന്റെ ചെലവുകൾ കാര്യങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്യുക, അതൊക്കെ മോണിറ്റർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, നമ്മുടെ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷന്റെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറഞ്ഞു, ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ബോഡിയാണ് അല്ലെ. അപ്പൊ ഓരോ സ്റ്റേറ്റിനും സെപ്പറേറ്റ് ആയിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. ആ ഇലക്ഷൻ കമ്മീഷനാണ് തദ്ദേശീയ തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. അപ്പൊ ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓട്ടോണമസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി തന്നെയാണ്, റെസ്പോൺസിബിൾ ഫോർ അഡ്മിനിസ്ട്രിങ് ഇലക്ഷൻസ് ടു ദ തേർഡ് ടയർ. അതായത് നമ്മൾ ത്രിതല പഞ്ചായത്ത് ഗവൺമെന്റിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടില്ലേ? അതായത് ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഒക്കെ, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അർബൻ ലോക്കൽ ബോഡീസും ഒക്കെ ഇൻക്ലൂഡഡ് ആവുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. The state election commission consists of a state election commissioner who is appointed by governor for a fixed tenure of 5 years. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ വ്യത്യാസം ഉണ്ട് അതിന്റെ ടെന്യൂറിൽ. നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷണറുടെ ടെന്യൂർ വരുന്നത് എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. എന്നാൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ടെന്യൂർ വരുന്നത് 5 വർഷത്തേക്കാണ് കേട്ടോ. cannot be removed from his office except in like manner and on the like grounds as a judge of a high court. അതായത് ഒരു ഹൈക്കോടതി ജഡ്ജിനെ പുറത്താക്കുന്ന അതേ ഒരു മാനറിൽ, അതേ ഒരു രീതിയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാരണങ്ങളൊന്നും ഇല്ലാതെ, അതായത് ഹൈക്കോടതി ജഡ്ജിനെ പുറത്താക്കാനായിട്ട് എന്തൊക്കെ കാരണങ്ങളും കാര്യങ്ങളൊക്കെ ആവശ്യമാണോ ആ പ്രിസ്ക്രൈബ്ഡ് കാരണങ്ങളില്ലാതെ നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് പ്രൂവഡ് മിസ്ബിഹേവിയർ, അതായത് എന്തെങ്കിലും ദുർനടപടി എന്തെങ്കിലും തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്. പിന്നെ ഇൻകാപ്പറ്റൻസി, അദ്ദേഹം കേപ്പബിൾ അല്ലാത്ത അവസ്ഥ. അതുപോലെ ഇൻകപ്പാസിറ്റി, അദ്ദേഹം അപ്രാപ്തിയായിട്ടുള്ള ആ ഒരു അവസ്ഥ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അദ്ദേഹത്തിനെ പുറത്താക്കാനുള്ള നടപടികൾ എന്ന് പറയുന്നത്. The governor of the respective state appoints the state election commissioner for overseeing local body elections. The state election commission Kerala came into existence on 3rd December 1993. 1993 ഡിസംബർ 3-നാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കേരളത്തിലെ നിയമിതമായിട്ടുള്ളത്. ഓക്കെ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വാസ് ഫോംഡ് ആഫ്റ്റർ അമെൻമെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വിത്ത് 73rd and 74th ഡിക്ലറേഷൻ. അതായത് നമ്മുടെ 73rd 74th അമെൻമെന്റ് വന്നിട്ടുണ്ടായിരുന്നില്ലേ? 1992-ലാണ് ഈ ഒരു അമെൻമെന്റ് 73ാമത്തെ ഭേദഗതിയും 74ാമത്തെ ഭേദഗതിയും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിനെ തുടർന്നിട്ടാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായിട്ടുള്ളത്. അങ്ങനെ കേരളത്തില് ഇതിനെ തുടർന്ന് തന്നെയാണ് രൂപീകൃതമായിട്ടുള്ളതും. 1993 ഡിസംബർ 3-നാണ് കേട്ടോ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഫോം ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ്? 243K ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ.
ഫസ്റ്റ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് കേരള MSK രാമസ്വാമി IAS ആയിരുന്നു. MSK രാമസ്വാമി IAS ആയിരുന്നു ഫസ്റ്റ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് കേരള. ഇനി ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്താണ്? ആരാണ് ഈ ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത്? ചീഫ് ഇലക്ടറൽ ഓഫീസർ ഓഫ് എ സ്റ്റേറ്റ് ഓർ എ യൂണിയൻ ടെറിട്ടറി ഈസ് ഓതറൈസ്ഡ് ടു സൂപ്പർവൈസ് ഇലക്ഷൻ വർക്ക് ഇൻ ദ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി subject to the election commission's overall supervision, direction and control. അതായത് ചീഫ് ഇലക്ടറൽ ഓഫീസറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് വിശകലനം ചെയ്യാനും ഒന്ന് സൂപ്പർവൈസ് ചെയ്യാനും ഡയറക്ഷൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓഫീസറാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ. Their duties and powers are bound under section 13A of Representation of the People Act 1950. 1950 RPA വഴിയാണ്. അതിലെ സെക്ഷൻ 13A പ്രകാരമാണ് ഈ ചീഫ് ഇലക്ടറൽ ഓഫീസറിന്റെ ഡ്യൂട്ടീസും പവേഴ്സും വിശദീകരിക്കുന്നത്. ചീഫ് ഇലക്ടറൽ ഓഫീസർ ആവാനുള്ള എലിജിബിലിറ്റി ആണ് പറയുന്നത്. മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഷുഡ് നോട്ട് ഹോൾഡ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ്, അതായത് ആദായകരമായിട്ടുള്ള പദവി ഒന്നും വഹിക്കുന്ന ആളായിരിക്കരുത്. അതായത് ഭരണഘടനാപരമായിട്ടുള്ള പദവികൾ, അതായത് MP-യോ MLA-യോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ പദവിയിൽ ഇരുന്ന് ശമ്പളം മേടിക്കുന്ന അല്ലെങ്കിൽ ആനുകൂല്യം മേടിക്കുന്ന ആളോ ഒന്നും ആവാനായിട്ട് പാടില്ല. അതാണ് ഷുഡ് നോട്ട് ഹോൾഡ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി should belongs to Indian Administrative Service cadre, അതായത് IAS കാഡറിൽ നിന്നുള്ള വ്യക്തി ആയിരിക്കണം. അതായത് മിക്കവാറുമുള്ള ഈ ഇലക്ഷൻ കമ്മീഷനിൽ വരുന്ന വ്യക്തികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ മിക്കവാറും IAS, അതായത് റിട്ടയർ ചെയ്ത IAS ഉദ്യോഗസ്ഥരായിരിക്കും. അല്ലെങ്കിൽ സീനിയർ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ ഒരു ഭരണ മികവ്, ഭരണനിർവഹണത്തിലുള്ള ഒരു പരിചയം അതൊക്കെ കണക്കിലെടുത്തിട്ടൊക്കെ ആയിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. Then should not be a member of any political party or affiliated to any political party during tenure as chief electoral officer. ഒരു ചീഫ് ഇലക്ടറൽ ഓഫീസർ ആയിരിക്കുമ്പോൾ ഒരു പാർട്ടിയിലെ മെമ്പർ ആയിരിക്കരുത്, ഒരു പാർട്ടിക്കും അഫിലിയേറ്റഡ് ആയിരിക്കരുത്. should not be serving in financial institutions, banking institutions or in legal practice in court. അതായത് കോർട്ടിൽ ലീഗൽ പ്രാക്ടീസ് ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലോ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഒന്നും തന്നെ വർക്ക് ചെയ്യാനായിട്ടോ സെർവ് ചെയ്യാനായിട്ടോ പാടുള്ളതല്ല. ഇതൊക്കെയാണ് ഒരു ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ്. ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചു പോയിട്ടുണ്ടായിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതും, അല്ലെ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കുറച്ചുള്ളൂ എന്ന് വെച്ചിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, പൊളിറ്റിക്കൽ സയൻസിലെ പോർഷൻസ് നമ്മൾ പഠിക്കുന്നത് ഒരിക്കലും വെറുതെ ആവില്ല. കേട്ടറ്റിന് ചോദിച്ചില്ലെങ്കിൽ അത് ഉറപ്പായിട്ടും മറ്റ് PSC എക്സാമുകൾ, നമ്മൾ ഒരു എക്സാം മാത്രം ഓറിയന്റഡ് പഠിക്കരുത്. നമ്മൾ പഠിക്കുമ്പോൾ എല്ലാത്തിനും കൂടിയിട്ട് വേണ്ടി വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ എല്ലാ PSC എക്സാമിനും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അതുപോലെ പൊളിറ്റിക്കൽ സയൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ധാരാളം കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ 1, 2, 3 ചോദ്യങ്ങൾ, 5 താഴെ ചോദ്യങ്ങൾ എന്തായാലും കാണാറുണ്ട്. പിന്നെ ആ ഒരു എക്സാമിന്റെ ലെവൽ അനുസരിച്ചിട്ട് അതിന്റെ ഡിഫിക്കൽട്ടും കാര്യങ്ങളൊക്കെ കൂടുന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ, അല്ലെ? അപ്പോൾ ഈ ഒരു സെക്ഷൻസ് ഒക്കെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെറുതെ ആവില്ല. എന്തായാലും പഠിക്കുക, കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.